ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല സൗന്ദര്യവും അതേപോലെ തന്നെ തടിയും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണിത്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾ കുടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒട്ടിയ കവിളുകൾ തുടുക്കാൻ വേണ്ടിയിട്ടും ശരീരഭാരം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിറവും സൗന്ദര്യവും വർദ്ധിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന നല്ലൊരു ബ്യൂട്ടി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിളും ഈ ഒരു സൈസുള്ള ക്യാരറ്റുമാണ്. രണ്ടും കൂടി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദം, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കിസ്മിസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചെടുക്കുക. പിന്നെ ഇത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. ഈ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഈ ഒരു സിറപ്പ് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 5 ഈത്തപ്പഴം ഇതേപോലെ അതിൻ്റെ പേസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മളെ നട്ട്സ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ക്യാരറ്റ് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ നട്ട്സിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ബദാമും കിസ്മിസും ആണ് എടുത്ത് എല്ലാം 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിനുശേഷം ഈ 2 ക്യാരറ്റും അതേപോലെ തന്നെ ആപ്പിളും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ്സിൻ്റെ സിറപ്പുമാണ് ഞാൻ മധുരത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യരുത്, കാരണം പഞ്ചസാര ഇടൽ ഹെൽത്തി അല്ല. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരുന്നതായിട്ട് വേറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഷുഗറിലുള്ളവരാണെങ്കിൽ ഡേറ്റ്സ് ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ടും തിളപ്പിക്കാതെ ഒഴിക്കുക. തിളപ്പിച്ചൊഴിക്കുന്നവർ ഒരിക്കലും അതിൻ്റെ പാട നീക്കിയിട്ട് ഒഴിക്കാൻ പാടില്ല. പാടയോടുകൂടി തന്നെ ഒഴിക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ജ്യൂസ് ഇതാ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ കുടിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.